എല്ലാവർക്കും നമസ്കാരം. സ്ഫടികം എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ സിനിമ നമ്മളെ പഠിപ്പിച്ച് ഒരുപാട് പാഠങ്ങളുണ്ട്. അപ്പോ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ അത് മിനുക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഈ ഒരു വിശകലനത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കണക്കിൽ ഭയങ്കര മിടുക്കനായ ഒരാളാണോ? അതോ ഒരു മെഷീൻ കിട്ടിയാൽ എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു മെക്കാനിക്കൽ ജീനിയസ് ആണോ കൂടുതൽ സ്മാർട്ട്? എന്താ തോന്നുന്നേ? ഈ ഒരു ചോദ്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ശരി, ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് നേരെ സ്ഫടികത്തിലേക്ക് തന്നെ പോകാം. അവിടെയുള്ള നമ്മുടെ പ്രധാന കഥാപാത്രങ്ങളില്ലേ, ആട് തോമയും ചാക്കോ മാഷും, അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം, ആ ഒരു സംഘർഷം എന്തായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. ആട് തോമ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണല്ലേ. അവന്റെ കഴിവ് ശരിക്കും ആ റിപ്പോർട്ട് കാർഡിലെ മാർക്കിലായിരുന്നില്ല, പകരം അവന്റെ കൈകളിലായിരുന്നു, അവന്റെ പ്രായോഗികമായ ചിന്തകളിലായിരുന്നു. പക്ഷേ ആ ഒരു ലോകത്ത് അത് മനസ്സിലാക്കാൻ ആർക്കും പറ്റിയില്ല. അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ നോക്കൂ, ഈ ഒരു താരതമ്യം കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. ഒരു സൈഡിൽ ആടുതോമ, എല്ലാം പ്രായോഗികമായി ചിന്തിക്കുന്ന, കൈകൾ കൊണ്ട് എന്ത് പ്രശ്നവും പരിഹരിക്കുന്ന ആൾ. മറ്റേ സൈഡിലോ ചാക്കോമാഷ്, അദ്ദേഹത്തിന് പുസ്തകത്തിലെ അറിവും കണിശമായ അച്ചടക്കവുമാണ് വലുത്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും രണ്ട് ലോകത്തായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോ ഈ ഗ്രേഡിനും മാർക്കിനും അപ്പുറത്തേക്ക് സിനിമ കാണിച്ചു തരുന്ന പലതരം കഴിവുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. കാരണം ബുദ്ധി എന്ന് പറയുന്നത് ഒരൊറ്റ രൂപത്തിൽ വരുന്ന ഒന്നല്ല അല്ലേ? ഈ ടേബിൾ നോക്കുമ്പോൾ നമുക്കത് ശരിക്കും വ്യക്തമാവും. ബുദ്ധിക്ക് പല മുഖങ്ങളുണ്ടെന്ന്. തോമയുടെ കഴിവ് മെക്കാനിക്കൽ കാര്യങ്ങളിലായിരുന്നു. ഏത് പ്രശ്നത്തിനും ഒരു ക്രിയേറ്റീവ് പരിഹാരം കണ്ടെത്താനായിരുന്നു. അതേസമയം ചാക്കോ മാഷിന്റെ മിടുക്ക് അക്കാഡമിക് കാര്യങ്ങളിലും പിന്നൊരു സ്കൂൾ വളരെ കർശനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുമായിരുന്നു. സത്യത്തിൽ രണ്ടും അതിൻ്റേതായ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട കഴിവുകളാണ്. അവരുടെ തമ്മിലുള്ള പ്രശ്നം കഴിവുകളുടെ വ്യത്യാസം മാത്രമായിരുന്നില്ല കേട്ടോ. ഈ ചാർട്ടിൽ കാണുന്നതുപോലെ അവർക്കിടയിൽ IQ, അതായത് ബുദ്ധിപരമായ കഴിവ് ഒരുപക്ഷെ കൂടുതലായിരിക്കാം. പക്ഷേ EQ, അതായത് വൈകാരികമായ അടുപ്പം, വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അത് വളരെ കുറവായിരുന്നു. അച്ഛന് മകന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ല, മകന് അച്ഛന്റെ പ്രതീക്ഷകളെയും. അവിടെയാണ് ശരിക്കും പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ ഈ അച്ഛനും മകനും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, വീട്ടുകാരുടെ പ്രതീക്ഷകൾ കാരണം പലപ്പോഴും നമ്മുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തുവരാതെ പോകാം. പിന്നെ അവർ തമ്മിലൊരു സംസാരമുണ്ടായിരുന്നില്ല അല്ലേ? ആ ഒരു ആശയവിനിമയത്തിന്റെ കുറവ് വലിയൊരു വൈകാരിക അകൽച്ചയുണ്ടാക്കി. ഒരു കുട്ടിയുടെ ഇഷ്ടങ്ങളെ നമ്മൾ അവഗണിക്കുമ്പോൾ അതിനു വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രായോഗികമായ കഴിവുകൾക്ക് അക്കാഡമിക് ഗ്രേഡുകളെപ്പോലെ തന്നെ മൂല്യമുണ്ട് എന്ന തിരിച്ചറിവാണ്. ഈ ഒരു വാചകം സ്ഫടികം സിനിമയുടെ മുഴുവൻ സന്ദേശവും ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ് പറയുന്നത്? യഥാർത്ഥ വിദ്യാഭ്യാസം എന്നു പറയുന്നത് ഒരു പാത്രം നിറയ്ക്കുന്നതുപോലെയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഒരു തീയെ ആളിക്കത്തിക്കുന്നതുപോലെയാണ്. നമ്മുടെ ഉള്ളിലെ ആ ഒരു ജിജ്ഞാസയെ, ആ ഒരു കഴിവിനെ വളർത്തുക എന്നതാണ് പ്രധാനം. ശരി, അപ്പോ ഈ പഠിച്ച പാഠങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കിയാലോ? നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പ്രത്യേക കഴിവ് കണ്ടെത്താൻ സഹായിക്കുന്ന ചില വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നത് ഒരു ഭാരമായിട്ടോ ജോലിയായിട്ടോ കാണരുത്, മറിച്ച് അത് നിങ്ങളെ തന്നെ കണ്ടെത്താനുള്ള ഒരു അടിപൊളി യാത്രയുടെ തുടക്കമാണ്. ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ് പോലുള്ള സംരംഭങ്ങളൊക്കെ ലക്ഷ്യം വെക്കുന്നതും ഇതാണ്, ഈ ഒരു യാത്രയിൽ നിങ്ങളെ സഹായിക്കാൻ. ആടുതോമയെപ്പോലെ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ കണ്ടെത്താനും വളർത്താനും ഇതാ 4 സിമ്പിൾ സ്റ്റെപ്പുകൾ. സ്റ്റെപ്പ് 1, നിങ്ങളുടെ കൗതുകം എന്താണെന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം? സ്റ്റെപ്പ് 2, ആ ഇഷ്ടമുള്ള കാര്യം വെറുതെ ഇരുന്നാ പോരാ, അത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് മിടുക്കരാവുക. സ്റ്റെപ്പ് 3, നിങ്ങളുടെ ആ കഴിവ് ഉപയോഗിച്ച് യഥാർത്ഥ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക. ഇനി സ്റ്റെപ്പ് 4, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങളെ കഴിവുകൾ ധൈര്യമായിട്ട് മറ്റുള്ളവരെ കാണിക്കുക, അവരുമായി പങ്കുവെക്കുക. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ഈ സിനിമയുടെ പേര് തന്നെ ഒരു വലിയ സന്ദേശമാണ്, സ്ഫടികം. ആ ഒരു ആശയം എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. സ്ഫടികം, അതായത് ക്രിസ്റ്റൽ. പുറമെ നിന്ന് നോക്കുമ്പോൾ അതൊരു സാധാരണ കല്ലുപോലെയിരിക്കും.
പക്ഷേ അതിനെ ശരിയായ രീതിയിൽ ചെത്തി മിനുക്കിയെടുത്താൽ അതിശയകരമായ തിളക്കവും വ്യക്തതയുമുള്ള ഒന്നായി അത് മാറും. മനുഷ്യന്റെ കഴിവിനെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു രൂപകമാണിത്. ഈ സിനിമ നമ്മൾ ഓരോരുത്തരോടുമായി പറയുന്നതും ഇതാണ്: നിങ്ങൾ ഒരു സ്ഫടികമാണ്. നിങ്ങളുടെ ഉള്ളിൽ അതുല്യമായ കഴിവുകളുണ്ട്. പക്ഷേ അതവിടെ വെറുതെ ഇരുന്നാൽ പോരാ. അതിനെ കണ്ടെത്തണം, പരിപോഷിപ്പിക്കണം, പിന്നെ നന്നായി മിനുക്കിയെടുക്കണം. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോ ആരാണ് ഈ സ്ഫടികം മിനുക്കിയെടുക്കേണ്ടത്? അതിനൊരാളെ ആവശ്യമുള്ളൂ. വെറും ഒരാൾ. അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരൊറ്റ നിമിഷം, അവിടെയാണ് ആ വലിയ യാത്ര തുടങ്ങുന്നത്. അപ്പോ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ ഈ ചോദ്യം എപ്പോഴും മനസ്സിലുണ്ടാവട്ടെ. ഇന്ന് നിങ്ങൾ മിനുക്കിയെടുക്കാൻ പോകുന്ന നിങ്ങളുടെ കഴിവേതാണ്? നിങ്ങളുടെ ഉള്ളിലെ ഏത് സ്ഫടികത്തിനാണ് നിങ്ങൾ തിളക്കം നൽകാൻ പോകുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ.